ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും സഹയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിതാ പോണ്ടിച്ചേരിയിൽ നിന്ന് ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. റൂം ചെക്കൗട്ട് ചെയ്തു, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. 4 മണിക്കാണ് ട്രെയിന്. അപ്പോൾ പോണ്ടിച്ചേരി അത്രക്ക് അടിപൊളി സ്ഥലമായിരുന്നു. കാരണം ഞങ്ങൾ എത്ര ദിവസമായിട്ട് 2 ദിവസമോ 3 ദിവസം എത്ര ദിവസം 2 ദിവസമായിട്ട് ഞങ്ങളിവിടെ നിന്നു. എന്താ പറയുക, ഇപ്പോഴും ഞങ്ങൾക്ക് പോകാൻ വലിയ മനസ്സില്ല. കാരണം ഇവിടെ കാണാൻ ഞങ്ങളല്ല, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഭയങ്കര പീസ്ഫുൾ ടൈമും പിന്നെ എന്താ പറയുക ചീപ്പ് റേറ്റിന് റൂംസൊക്കെ കിട്ടുന്നുണ്ട്. അത് നല്ല ഇന്നലെ ഇപ്പം താമസിച്ച റൂമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 641 ഒരു ഡീലക്സ് AC റൂം എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രഞ്ച് പൂരി ഭാജിയാണ്. ഗൈസ് 4 മണിക്കാണ് നമുക്ക് ട്രെയിന് വരുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തന്നെ. അപ്പം ഞങ്ങൾ അവിടെ സ്റ്റേജിൽ ജസ്റ്റ് ഇരിക്കും. ഇവിടെ അത്യാവശ്യം നല്ല പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പുറത്തൊക്കെ ഭയങ്കര റഷും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഉള്ളിൽ കയറി കുറുമ്പാന കൊണ്ട് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഈ സ്റ്റേജിൽ കുറച്ച് സമയം റിലാക്സ് ചെയ്യാൻ വേണ്ടി. ഇവിടെ നിന്ന് നമ്മൾ ചെന്നൈയിൽ പോകുന്നു. ചെന്നൈയിൽ നിന്ന് തടിപത്രിയിൽ നിന്ന് നമ്മൾ ബേറും കേവ്സിലേക്കാണ് ഇനി പോകുന്നത്. നല്ല പള്ളി അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറി. നല്ല ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോജൻ പള്ളിയിൽ കയറിയിട്ടില്ല കേട്ടോ. അവൻ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞ് അവൻ പള്ളിയിൽ കയറിയിട്ടില്ല. ഗൈസ് അങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യമായിട്ട് ബീഫ് കഴിക്കുമെന്ന്. ഇവിടെ ഒരു ചെറിയ കടയിൽ ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. 100 റുപ്പീസാണ് ബീഫ് ബിരിയാണിക്ക് പറയുന്നത്. ചിക്കൻ ബിരിയാണിക്ക് 90 റുപ്പീസ്. നമ്മുടെ ജീരക സാമ്പാർ റൈസാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇത് കഴിക്കാം. പോണ്ടിച്ചേരിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ലാസ്റ്റ് ഫുഡ് എന്തായാലും അടിച്ച് പൊളിച്ച് കഴിച്ചിട്ട് പോകും. അപ്പോൾ ഇതാണ് ഉച്ചക്കത്തെ ഭക്ഷണം. ബീഫ് ബിരിയാണി, സാലഡ്, പിന്നെ അവർ ബീഫ് കുളമ്പല്ലടാ എന്തിൻ്റെ ഒരു കുളമ്പ് തന്നു. അങ്ങനെന്തുണ്ട് റോജ? കൊള്ളാം. ഞാൻ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കൊള്ളാം. അപ്പം ഞങ്ങൾ പോണ്ടിച്ചേരി പള്ളി ഇവിടെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ കടയിൽ നിന്നാണ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. നല്ല എന്താ പറയുക, ജീരക സാമ്പാർ റൈസിൽ നല്ല നെയ്യൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 100 റുപ്പീസിന് എന്തായാലും നല്ല വർത്താണ്. അപ്പോൾ ഇനിയും സമയമുണ്ട്. ഇനിയും കുറച്ച് സമയം ഇവിടെ എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് ഞങ്ങൾക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി. ഞങ്ങൾ ത്രൂ ഔട്ട് സംസാരിച്ചുകൊണ്ട് വരുമായിരുന്നു. നല്ല കമ്പനിയായിരുന്നു. 3 ഫ്രണ്ട്സിനെ കിട്ടി. ഇത് പുള്ളിക്ക് പേര് പറയും ബ്രോ? അബ്ദുൾ റഹ്മാൻ. ചേട്ടൻ്റെ പേര് പറ? രാമകൃഷ്ണൻ. നെൽസൺ. പുള്ളിക്കാരൻ അവിടെ റിയൽ എസ്റ്റേറ്റ് ആണ്. പുള്ളിക്കാരൻ ചെന്നൈയിൽ സ്വസ്ഥ ജീവിതം. പുള്ളിക്കാരൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണ്. ഇത് ചങ്ങായി മലയാളിയാ? മാനന്തവാടി. അപ്പോൾ ഞങ്ങൾ ഫുൾ ടൈം പോണ്ടിച്ചേരി വിട്ടുന്നതിൽ സംസാരിച്ചുകൊണ്ട് വരുമായിരുന്നു. നല്ല കമ്പനിയാണ്. ഈ പുള്ളിക്കാരനെ കേരളത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്മളുടെ ട്രിപ്പിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലെത്തുന്ന ടൈമിൽ പുള്ളിക്കാരനെ നമ്മൾ കോൺടാക്ട് ചെയ്യും. പുള്ളിക്കാരൻ നാട്ടിൽ വരണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉണ്ടായി പിന്നെ അങ്ങേറ്റം അത് വേറെ പറഞ്ഞുതരാം. നല്ല എൻജോയ് ആയിരുന്നു. ഇവർ ചെന്നൈയിൽ കാണേണ്ടിയും എക്സ്പീരിയൻസ് ചെയ്യേണ്ടിയും കഴിക്കേണ്ടിയും കുറേ സ്ഥലങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇന്ന് രാത്രി മാക്സിമം ഇന്ന് ചെന്നൈയിൽ പോയി ചുമ്മാ ഇരിക്കാന്ന് വിചാരിച്ചു. ഇപ്പോൾ പുള്ളിക്കാരെല്ലാം പറഞ്ഞു തന്നുകൊണ്ട് അവിടെ പോയി നമ്മൾ എന്തായാലും എൻജോയ് ചെയ്യും. ഗായ്സ് ഞങ്ങളിവിടെ ചെന്നൈ എഗ്മോറെത്തി. ട്രെയിനിൽ നിന്ന് നല്ല കമ്പനിയായിരുന്നു. ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു ഞാൻ. പിന്നെ സീരീസൊക്കെ കുറച്ച് കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനൊന്നും ടൈം കിട്ടില്ല. കാരണം ഫുൾ ടൈം ജോളിയായിട്ട് അവരുമായിട്ട് സംസാരിച്ചിരുന്നു. മൂവീസ്, ഫുഡ് എല്ലാം പറഞ്ഞ് നല്ല കമ്പനിയായിരുന്നു. ആ ചേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നേ. പുള്ളിക്കാരനായിട്ടും വയനാടുകാരൻ നല്ലോണം സംസാരിച്ചു. എന്തായാലും എൻജോയ് ചെയ്തു ഇങ്ങോട്ടേക്കുള്ള റൈഡ്. പക്ഷെ അപ്പോഴൊരു കാര്യം ഓർത്ത് ഇന്ന് ഫ്രൈഡേ ആണ്. നാളെ ചെന്നൈ ടൗണിൽ നിന്ന്
ഊരിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അപ്പോൾ രാവിലെ നോക്കാം. കിട്ടിയില്ല 2 ദിവസം ചെന്നൈ പൊളിക്കാം, അത്രേ ഉള്ളൂ. ഗായ്സ്, നമ്മൾ ലഗേജ് ലോക്കർ റൂമിൽ വെച്ചു. ഇവിടെ കുറച്ച്, അതായത് ചെന്നൈ എഗ്മോറിൽ കുറച്ച് ഫോർമാലിറ്റീസ് അധികമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ബാഗ് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തതിന് ശേഷം നമ്മളവിടെ ഒരു സ്കാനിങ് മെഷീൻ ഉണ്ട്. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ പോകുമ്പോൾ മെട്രോയിൽ പോകുമ്പോൾ സ്കാൻ ചെയ്യുന്ന പോലത്തെ അതിലൂടെ നമ്മൾ പാസ് ചെയ്ത് അവിടുന്ന് ഒരു പോലീസും വന്നു. പുള്ളിക്കാരത്ത് മലയാളിയായിരുന്നു, എല്ലാം പറഞ്ഞു തന്നു. അവിടുന്ന് പാസ് ചെയ്തതിന് ശേഷം ക്ലിയർ ആണെങ്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു തരും. ആ സ്റ്റിക്കർ കൊണ്ട് നമ്മൾ നേരെ ക്ലോക്ക് റൂമിൽ പോയി കഴിഞ്ഞാൽ അവർ അതവിടെ സ്വീകരിക്കും. 20 രൂപയാണ് 24 hours. ആ ഫോട്ടോയിൽ കാണുന്നേ ദശമൂലെന്താമോ. അപ്പൊ ഇന്ന് രാത്രിയും കുഷിക്കാണ് 50 രൂപ. ഇവിടെ അടുത്ത് വേറെ ഒന്നും ചീപ്പായിട്ട് കിട്ടുന്നില്ല. ഒരു ദോശക്ക് 40 രൂപയൊക്കെ പറയുന്നുണ്ട്. ആദർശിത ഭയങ്കര ഫേമസ് ഐറ്റാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നെയാണ് ബൺ ബട്ടർ ജാം. ഭയങ്കര ഫേമസ് തന്നെയാണ് ബൺ ബട്ടർ ജാം. റോജ എന്തുണ്ട്? അതന്നെ ബട്ടറിന്റെ ടേസ്റ്റ് ഉണ്ട്, ജാമിന്റെ ടേസ്റ്റ് ഉണ്ട്. പേര് പോലെ തന്നെ ബന്നും ബട്ടറും ജാമും 60 രൂപ. ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. സ്മൂത്ത് ബണ്ണ്, സാധാ ബണ്ണ്, സാധാ ബട്ടർ, സാധാ ജാമ്. ഇത് കഴിക്കാൻ 3 കിലോമീറ്റർ നടക്കുന്നത്. 3 കിലോമീറ്റർ നടന്നിട്ട് കഴിക്കുക. സയ്യാവുന്നുണ്ടോ നീ? അതിന് ക്യാമറന്റെ പുറകുന്ന ഡയലോഗ് അടിക്കാൻ പറ്റുമോ? സയ്യാവുന്നുണ്ടത്രേ ഗായ്സ്, ഇത് പക്ക മറ്റേ സാധനം. ഒരു സാധനം ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് അറിയില്ല എന്ന് പറയുന്ന ഒരു സാധനം. ഈ സാധനം കുറ്റം പറയണമെന്നില്ല, മോശമൊന്നുമില്ല. പക്ഷേങ്കിൽ ഒരു ബണ്ണ്, ഒരു ബട്ടർ, ഒരു ജാം, എക്സാക്ട്ലി സെയിം സാധനം തന്നെ. അത് 60 രൂപക്ക് വിൽക്കുന്നു. വെറൈറ്റി ആണെന്ന് വിചാരിച്ച് കുറേ ആൾക്കാർ കഴിക്കുന്നു. എനിക്ക് ഇത്രയും ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെ ഭയങ്കര എന്തോ ആണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അത്ര വലിയ ഒന്നും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. ആദർശ് ബ്രെഡ് നല്ല സോഫ്റ്റാണ്, ടെൻഡറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സാധാരണ നമ്മുടെ നാട്ടിലെ ഷീൻ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ബന്നിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ജാമലോട്ട് ബട്ടറൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം. നിൻ്റെ അഭിപ്രായം വെച്ചാൽ സെയിം. അങ്ങനത്തെ ഒരു സാധനം. ഇത് കഴിക്കാൻ വേണ്ടി 3 കിലോമീറ്റർ നടന്നു വന്നു. ഇനി നമ്മൾ ഇതിനു വേണ്ടി മെട്രോയും മേടിച്ച് നമ്മൾ തിരിച്ച് എഗ്മോറിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന്. ഇതൊരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രം സഹയാത്രികർ.